വീഡിയോ കണ്ടു. ഞാനിപ്പോ ഒരു കാര്യം കണ്ടു. ഒരു ചെങ്ങായിന്റെ അടുത്ത് പീട്ട്. എന്തിനാ പെട്ട് കടിച്ച കാര്യം? ഈ പീട്ടറ് താടി മൊത്തം കത്തുക, താടിക്ക് തിരിച്ചു കൊടുക്കുക, താടിക്ക് തിരിച്ചു കൊടുക്കുക. എന്താ എന്താ കത്തിച്ച കാര്യം? വെറുതെ അത് കത്തി കത്തി ബന്നൂറായി പോവല്ലാതെ എത്തവിടെ കാര്യം? ഇതിനാ പഠിച്ച നിങ്ങൾക്ക് പൈസ തരുന്നത്? ഈ വെറുതെ പെട്ട് കടിച്ചുകൊണ്ട് വെറുതെ പിന്നെ ബന്നൂറാക്കാൻ വേണ്ടിയാണോ നിങ്ങൾക്ക് പഠിച്ച പൈസ തരുന്നത്? അങ്ങനെയാണ് നിങ്ങൾക്ക് അടുപ്പത്ത് പോയി ആ അടുപ്പ് താട്ടാ പോരെ. അങ്ങനെയാണ് നിങ്ങൾക്ക് അടുപ്പ് താട്ടാ മതി. എന്നാ പൈസയും കൊടുക്കണ്ട, തല അടുപ്പ് കണ്ടാൽ മതി. സൂ ഒറ്റ ഊതുക മതി, അടുപ്പിൽ ഒറ്റ ഊത് സൂത അപ്പാണ് പോയിക്കോളും. അതെ, ഇതിപ്പോ എല്ലാ ആളുകളും വിദ്യാർത്ഥികളടക്കം ഫിൽറ്റർ എത്തിച്ച വിദ്യാർത്ഥികളായ അവരൊക്കെ ഫിൽറ്റർ ബീഡി വെച്ച. എന്തിനാ കാര്യം? വെറുതെ പുക. ഈ പുക കൊണ്ട് എന്താ കാര്യം? ഞാൻ അറിയാണ്ട് ചോദിക്കുകയാണ്. ഈ പുക കൊണ്ട് എന്താ കാര്യം? ഈ പുക കൊണ്ട് പോയി അത് കത്തി വന്നൂറായി, പിന്നെ അവിടുത്തെ കാര്യം വെറുതെ കാശ് കളണോ? അത് ബിസ്ക്കറ്റ് വാങ്ങി തിന്നാ പോരെ, ഞങ്ങളെ വയറ് നിറയും. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങി തിന്നാല് ഒരു ബിസ്ക്കറ്റും ഒരു ചായയും കുടിച്ചാൽ നിങ്ങളെ വയറ് നിറഞ്ഞു. ആ പൈസക്ക് ആ ഫിൽറ്റർ വാങ്ങുന്ന കായ് കൊണ്ട് ഒരു ബിസ്ക്കറ്റും വാങ്ങുക, ഒരു ചായയും കുടിക്കുക, ഞങ്ങളെ വയറ് നിറയും. അതിനെ ബിരിയാണി കഴിച്ചൂടെ? ഒരു പാക്കറ്റ് ഫിൽറ്റർ എത്ര നിങ്ങൾ വെച്ചത്? 2 3 പിന്നെ എങ്ങനെ എൻ്റെ പൊന്നാറ സുഹൃത്തെ എനിക്കൊക്കെ ശ്വാസം മുട്ടിലാക്കുക? ഇതുപോലെ ഫിൽറ്റർ വലിച്ചാത്ത ശ്വാസം മുട്ടുണ്ടാവില്ലേ? അപ്പൊ അതൊക്കെ ഒഴിവാക്കണം. അതെ, ആദ്യമുള്ള ആൾക്കാരെ നിർത്തിയ ആൾക്കാരെ വീണ്ടും മരിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് കരളും ഒക്കെ കംപ്ലൈന്റ് ആണത്. കീർതൊക്കെ കംപ്ലൈന്റ് ആയി പോണത് ഓർക്കണം. അത് മനസ്സിലാക്കണ്ടേ? അത് നിങ്ങൾക്ക് അടുപ്പ് താഴട്ടാ മതി. ആ അടുപ്പ് താഴിടുക. എന്നാ പൈസയും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ സൂ അത് ഊതുക. ആ അടുപ്പ് ഒറ്റ ഊതുക മതി പോരെ. ഇതിപ്പോ എന്താണ്? ഇതിപ്പോ അൻസാനെ വിളിക്കേണ്ടി വരും. കാരണം തീ കെടുക്കുന്ന ആളെ കൊണ്ടേണ്ടി വരും. താടി തീ കൊടുത്താൽ എന്താ കട്ടും? താടി മൊത്തം കത്തും. താടി കത്തിയ മൊത്തം കത്തി കരിക്കട്ടാവും. താടിക്ക് തിരിച്ചു കൊടുത്താൽ എന്താവും? ഊതിക്കയില് താടിക്ക് ഉരിച്ചിട്ടും പിന്നെ മൊത്തം കത്തലേക്കാറും, പിന്നെ ഒന്നായിട്ട് കത്തലേക്കാറും. വെറുതെ ഇങ്ങനത്തെ ഒന്നും ഭരിക്കാൻ നിൽക്കണ്ട. കയ്യും പോലെ ഒഴിവാക്കുക കേട്ടോ. തന്താരോട് ഒഴിവാക്കുക. അപ്പൊ ഇതൊന്നും വലിച്ചാൽ നിൽക്കണ്ട. ഫിൽറ്ററൊക്കെ ഇതൊക്കെ ഒഴിവാക്കിയ നല്ലതാണ്. ഇപ്പൊ ഞാൻ കണ്ടൊരു കാഴ്ച വീഡിയോ കണ്ടു. ഞാനിപ്പോ ഒരു കാര്യം കണ്ടു. ഒരു ചെങ്ങായിന്റെ അടുത്ത് പീട്ട്. എന്തിനാ പെട്ട് കടിച്ച കാര്യം? ഈ ഫിൽറ്റർ താടി മൊത്തം കത്തുക, താടിക്ക് തിരിച്ചു കൊടുക്കുക, താടിക്ക് തിരിച്ചു കൊടുക്കുക. എന്താ കത്തിച്ച കാര്യം? വെറുതെ അത് കത്തി ബന്നൂറായി പോവല്ലാതെ എത്തവിടെ കാര്യം? ഇതിനാ പഠിച്ച നിങ്ങൾക്ക് പൈസ തരുന്നത്? ഈ വെറുതെ ഫിൽറ്റർ കടിച്ചുകൊണ്ട് വെറുതെ പിന്നെ ബന്നൂറാക്കാൻ വേണ്ടിയാണോ നിങ്ങൾക്ക് പഠിച്ച പൈസ തരുന്നത്? അങ്ങനെയാണ് നിങ്ങൾക്ക് അടുപ്പത്ത് പോയി ആ അടുപ്പ് താട്ടാ പോരെ. അങ്ങനെയാണ് നിങ്ങൾക്ക് അടുപ്പ് താട്ടാ മതി. എന്നാ പൈസയും കൊടുക്കണ്ട, തല അടുപ്പ് കണ്ടാൽ മതി. സൂ ഒറ്റ ഊതുക മതി, അടുപ്പിൽ ഒറ്റ ഊത് സൂത അപ്പാണ് പോയിക്കോളും. അതെ, ഇതിപ്പോ എല്ലാ ആളുകളും വിദ്യാർത്ഥികളടക്കം ഫിൽറ്റർ എത്തിച്ച വിദ്യാർത്ഥികളായ അവരൊക്കെ ഫിൽറ്റർ ബീഡി വെച്ച. എന്തിനാ കാര്യം? വെറുതെ ഈ പുക കൊണ്ട് എന്താ കാര്യം? ഞാൻ അറിയാണ്ട് ചോദിക്കുകയാണ്. ഈ പുക കൊണ്ട് എന്താ കാര്യം? ഈ പുക കൊണ്ട് പോയി അത് കത്തി വന്നൂറായി, പിന്നെ അവിടുത്തെ കാര്യം വെറുതെ കാശ് കളണോ? അത് ബിസ്ക്കറ്റ് വാങ്ങി തിന്നാ പോരെ, ഞങ്ങളെ വയറ് നിറയും. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങി തിന്നാല് ഒരു ബിസ്ക്കറ്റും ഒരു ചായയും കുടിച്ചാൽ നിങ്ങളെ വയറ് നിറഞ്ഞു. ആ പൈസക്ക് ആ ഫിൽറ്റർ വാങ്ങുന്ന കായ് കൊണ്ട് ഒരു ബിസ്ക്കറ്റും വാങ്ങുക, ഒരു ചായയും കുടിക്കുക, ഞങ്ങളെ വയറ് നിറയും. അതിനെ ബിരിയാണി കഴിച്ചൂടെ? ഒരു പാക്കറ്റ് ഫിൽറ്റർ എത്ര നിങ്ങൾ വെച്ചത്? 2 3 പിന്നെ എങ്ങനെ എൻ്റെ പൊന്നാറ സുഹൃത്തെ എനിക്കൊക്കെ ശ്വാസം മുട്ടിലാക്കുക? ഇതുപോലെ ഫിൽറ്റർ വലിച്ചാത്ത ശ്വാസം മുട്ടുണ്ടാവില്ലേ? അപ്പൊ അതൊക്കെ ഒഴിവാക്കണം. അതെ, ആദ്യമുള്ള ആൾക്കാരെ നിർത്തിയ ആൾക്കാരെ വീണ്ടും മരിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് കരളും
കറലൊക്കെ കംപ്ലൈന്റ് ആണത്, കീർതൊക്കെ കംപ്ലൈന്റ് ആയി പോണത് ഓർക്കണം. അത് മനസ്സിലാക്കണ്ടേ? അത് നിങ്ങൾക്ക് അടുപ്പ് താഴെട്ടാ മതി. ആ അടുപ്പ് താഴെടുക, എന്നാ പൈസയും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ സൂ അത് ഊതുക, ആ അടുപ്പ് ഒറ്റ ഊതുക മതി പോരെ. ഇതിപ്പോ എന്താണ്? ഇതിപ്പോ അൻസാനെ വിളിക്കേണ്ടി വരും. കാരണം തീ കെടുക്കുന്ന ആളെ കൊണ്ടേണ്ടി വരും. താടി തീ കൊടുത്താൽ എന്താ കട്ടും? താടി മൊത്തം കത്തും. താടി കത്തിയ മൊത്തം കത്തി കരിക്കട്ടാവും. താടിക്ക് തിരിച്ചു കൊടുത്താൽ എന്താ ആവും? ഊതിക്കൈയിൽ താടിക്ക് തിരിച്ചിട്ടും പിന്നെ മൊത്തം കത്തലേക്കാറും, പിന്നെ ഒന്നായിട്ട് കത്തലേക്കാറും. വെറുതെ ഇങ്ങനത്തെ ഒന്നും ഭരിക്കാൻ നിൽക്കണ്ട, കയ്യും പോലെ ഒഴിവാക്കുക കേട്ടോ. തന്താരകള് തന്താറോട് ഒഴിവാക്കുക. അപ്പൊ ഇതൊന്നും വലിച്ചാൽ നിൽക്കണ്ട. ഫിൽറ്ററൊക്കെ ഇതൊക്കെ ഒഴിവാക്കിയ നല്ലതാണ്. ഇപ്പൊ ഞാൻ കണ്ടൊരു കാഴ്ച